ഈ തൃശ്ശൂർ ഞാൻ എടുക്കും എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി പറഞ്ഞത് അതിപ്പോഴും ട്രോളുകളിൽ വലിയ ഒരു പ്രാധാന്യത്തോടു കൂടി ഇടം പിടിക്കുന്ന ഒരു വാക്കാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തൃശ്ശൂർ ആരെടുക്കും എന്ന ചോദ്യം പല മാധ്യമപ്രവർത്തകരും അവരുടെ ലേഖനങ്ങൾ എഴുതുമ്പോഴും അല്ലെങ്കിൽ അവരെന്തെങ്കിലും ടെലിവിഷൻ പരിപാടികൾ അവതരിപ്പിക്കുമ്പോഴും ഒക്കെ അതിന് തലക്കെട്ടായി ഉപയോഗിക്കുന്നതാണ്. ആ ചോദ്യമാണ് വീണ്ടും ഉയർന്നത്, തൃശ്ശൂർ ആരെടുക്കും? തൃശ്ശൂർ ഇത്തവണ നിങ്ങൾ എനിക്ക് തരണം എന്ന് കഴിഞ്ഞ തവണ സുരേഷ് ഗോപി പറഞ്ഞു. പക്ഷേ തൃശ്ശൂരിലെ ജനങ്ങൾ അദ്ദേഹത്തിന് തൃശ്ശൂർ അങ്ങനെ കൊടുത്തില്ല. തൃശ്ശൂർ അങ്ങനെ ഞങ്ങൾ തരില്ല എന്ന് പറഞ്ഞ് മറ്റു മുന്നണികളും ശക്തമായി അദ്ദേഹത്തിനെതിരെ വന്നിരുന്നു. ഏതായാലും ഇത്തവണ വീണ്ടും തൃശ്ശൂർ എടുക്കും എന്ന നിലയ്ക്കാണ് സുരേഷ് ഗോപി രംഗത്തിറങ്ങിയിട്ടുള്ളത്. അദ്ദേഹത്തിന് പക്ഷേ തൃശ്ശൂർ എടുക്കാൻ ചെന്ന സുരേഷ് ഗോപി അദ്ദേഹത്തിന് തൃശ്ശൂർ എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും BJPയുടെ പ്രകടനം വലിയ തോതിൽ അവിടെ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ 11.5% അല്ലെങ്കിൽ 11.2% വോട്ടാണ് 2014 BJPക്ക് അവിടെ കിട്ടിയത്. അത് 28% അല്ലെങ്കിൽ 28.3% ഉയർത്താൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു. 2009 അവിടെ രമാ രഘുനന്ദന് കിട്ടിയത് ആകെ 6.7% വോട്ടാണെന്ന് ഓർക്കണം. അപ്പോൾ ഇവിടെ നിന്നാണ് 2009 നിന്ന് 2019 ആകുമ്പോഴേക്കും വോട്ട് 6.7% നിന്ന് ഉയർത്തി 28.3% കൊണ്ടുവരാൻ BJPക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൽ ആ നിലയ്ക്കൊരു വോട്ട് വർധന ഉണ്ടായാൽ കാര്യങ്ങൾ അട്ടിമറിയാവും. എന്നാൽ തൃശ്ശൂരുകാരനായതുകൊണ്ട് തൃശ്ശൂരുകാർ തൻ്റെ ഒപ്പം നിൽക്കും എന്ന ഒരു പ്രതീക്ഷയാണ് VS സുനിൽകുമാറിനുള്ളത്. സുനിൽകുമാർ ഒരു സാധാരണ ആളുകളുമായൊക്കെ ബന്ധമുള്ളൊരു നേതാവാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം കൃഷിമന്ത്രിയായിരുന്നു. മാത്രമല്ല തൃശ്ശൂരിൽ അത്യാവശ്യം CPIക്ക് ഒരു സ്വാധീനം ഉള്ള ഒരു സ്ഥലമാണ്. ഈ ഒല്ലൂരും തൃശ്ശൂരും നാട്ടികയൊക്കെ CPIക്ക് കുറച്ച് പ്രവർത്തകരൊക്കെ ഉള്ള സ്ഥലമാണ്. സാധാരണ കേരളത്തിൽ പല പഞ്ചായത്തുകളിലും CPMൻ്റെ പിന്തുണയോടുകൂടിയാണ് CPI സ്ഥാനാർത്ഥികളൊക്കെ ജയിച്ചു പോകുന്നത്. അതായത് തൃശ്ശൂരിൽ ആ സാഹചര്യത്തിൽ നിന്നൊരു വ്യത്യാസമുണ്ട്. CPIക്ക് കുറേ കൂടി കരുത്തുള്ളൊരു കേന്ദ്രമാണ്. അതേസമയം ഈ ഗുരുവായൂരും മണലൂരും ഇരിഞ്ഞാലക്കുടിയും പൂക്കോടും ഒക്കെ സാഹചര്യം വ്യത്യസ്തമാണ്. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും വളരെ വലിയ മുന്നേറ്റം നടത്താൻ TN പ്രതാപന് കഴിഞ്ഞു. പ്രത്യേകിച്ച് ഈ ധീവര സമൂഹത്തിൻ്റെയൊക്കെ പിന്തുണ അദ്ദേഹത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ കരുത്തായി. UDFന് അവിടെ തൃശ്ശൂരിൽ എല്ലാ ഘട്ടത്തിലും ഒരു 40% വോട്ട് കിട്ടുന്നൊരു സാഹചര്യം ഉണ്ട്. പക്ഷേ CPMൻ്റെ വോട്ട് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ അത് കുറഞ്ഞ്, പ്രത്യേകിച്ച് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ 2009 അവിടെ ഇടതുമുന്നണിക്ക് 44.1% വോട്ടുണ്ടായിരുന്നെങ്കിൽ അത് 2014 ആകുമ്പോൾ അത് 44 നിന്ന് 42ആയി. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 31ആയി. അപ്പോൾ ഈ വോട്ട് കുറയുന്ന രീതി ഒരു ആശങ്കയ്ക്ക് ഇടതുമുന്നണിക്ക് വക നൽകുന്നുണ്ട് എന്നതാണ്. അതേസമയം UDFന് അവരുടെ വോട്ടിംഗ് ശതമാനം അങ്ങനെ നിലനിർത്താൻ കഴിയുന്നു എന്നതാണ് അവരുടെ ഒരു പ്രത്യേകത. ഏതായാലും മുരളീധരൻ ഇത്തവണ എന്ത് അവിടെ പ്രകടനം കാഴ്ചവെക്കും എന്ന് എല്ലാവരും കൗതുകത്തോടെ ഉറ്റുനോക്കുകയാണ്. കരുണാകരൻ്റെ മണ്ഡലമാണ് അല്ലെങ്കിൽ കരുണാകരൻ്റെ തട്ടകമാണ് തൃശ്ശൂർ എന്ന് സ്വതവേ പറയാറുണ്ട്. അദ്ദേഹം 17 വയസ്സിൽ അവിടെ വന്നതാണ്. മുനിസിപ്പൽ കൗൺസിലറായി കൊച്ചി നിയമസഭയിലും തിരുക്കൊച്ചി നിയമസഭയിലും ഒക്കെ അദ്ദേഹം വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും ഈ വളരെ വലിയ നിർണായക ഘട്ടത്തിൽ തൃശ്ശൂർ കരുണാകരനെ കൈവിട്ടിട്ടുണ്ട്. 1ാം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അന്ന് കരുണാകരൻ തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തെ തൃശ്ശൂർ കൈവിട്ടു. അദ്ദേഹത്തെയും മകനെയും 96-ലും 98-ലും മുരളിയും തോറ്റിട്ടുണ്ട്. രണ്ടുപേരെയും അവിടെ VV രാഘവൻ എന്ന ഇടതു നേതാവ് പരാജയപ്പെടുത്തിയതാണ്. അപ്പോൾ പത്മജിയും തൃശ്ശൂർ തോറ്റിട്ടുണ്ട്. അപ്പോൾ ഇത് അത്ര കണ്ടൊരു ഭാഗ്യസ്ഥലമാണോ എന്ന് ചോദിച്ചാൽ അതിലൊരു സംശയം ഉണ്ട്. അതുകൊണ്ട് സുനിൽകുമാർ വലിയ പ്രതീക്ഷയിലാണ്. സുരേഷ് ഗോപിയും വലിയ പ്രതീക്ഷയിലാണ്. കാരണം ഇത്തവണ കഴിഞ്ഞ തവണത്തെ പോലെ വോട്ടിംഗ് ശതമാനത്തിൽ കാര്യമായൊരു വർധന ഉണ്ടായാൽ അത് വലിയ നേട്ടമാകും എന്ന് സുരേഷ് ഗോപി വിചാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ട്. ഒരു മാധ്യമപ്രവർത്തകയെ തൊട്ടു തലോടിയതിന് അദ്ദേഹത്തിനെതിരെ ഒരു കേസ് വന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ധാരണ സ്ത്രീകൾക്ക് അദ്ദേഹത്തിനോട് വലിയൊരു മമതയുണ്ടെന്നും അതൊക്കെ വോട്ടായി മാറുമെന്നും അദ്ദേഹം കരുതുന്നുണ്ട്. ഏതായാലും ആ കേസ് ഇപ്പോൾ എവിടെ എത്തിയെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അന്തിമമായൊരു വിധി വന്നാൽ മാത്രമേ അതിൽ ആരുടെ ഭാഗത്താണ് പിഴവ് എന്ന് പറയാനാകും. ഏതായാലും അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക്
സുരേഷ് ഗോപിക്ക് സ്ത്രീകളുടെ ഇടയിൽ വലിയ കരുത്തുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല, അല്ലെങ്കിൽ വലിയ പിന്തുണയുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹത്തെ ഒരു സിനിമാ നടൻ എന്ന നിലയിൽ കാണാനും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പടമെടുക്കാനും ഒക്കെ എല്ലാ അദ്ദേഹത്തിൻ്റെ ആരാധകർക്കും താല്പര്യമുള്ള വിഷയവുമാണ്. അപ്പോൾ അതുകൊണ്ട് സുരേഷ് ഗോപി വലിയ ആത്മവിശ്വാസത്തിലും പ്രതീക്ഷയിലുമൊക്കെയാണ് അവിടെ തൃശ്ശൂരിൽ തൻ്റെ പ്രചരണം നടത്തുന്നത്. ഈ സുരേഷ് ഗോപിയെ എങ്ങനെയും 3-ാം സ്ഥാനത്ത് എത്തിക്കും എന്ന് ഒറ്റ സ്വരത്തിൽ LDF UDF ഒക്കെ പറയുന്നുണ്ട്. ഏതായാലും ഇതൊക്കെ എങ്ങനെ പര്യവസാനിക്കും എന്ന് ഇനി തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും.